ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അപ്പസ്തോല പ്രവൃത്തികൾ വായിച്ച് അപ്പസ്തോല പ്രവൃത്തികളിലെ അവർ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയും ഇന്ന് ക്രിസ്ത്യാനികളെന്ന് വിശ്വസിക്കുകയും ആ വിശ്വാസത്തിൻ്റെ പിൻതലമുറക്കാരെന്ന് അവകാശപ്പെടുകയും ചെയ്യുന്ന നമ്മൾ ഇന്ന് മുന്നോട്ട് പോകുന്ന പ്രവൃത്തികളെ ഒന്ന് വിലയിരുത്തുകയും ചെയ്യുക എന്നൊരു സെഗ്മെൻറ്റിലൂടെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൂടെ കടന്നു പോകുന്നത്. ഏകദേശം നമ്മൾ അപ്പസ്തോല പ്രവൃത്തി 2-ാം അധ്യായത്തിലേക്ക് കടന്നു വന്നു. അവിടെ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം വരെ നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ച് ചിന്തിക്കുകയും ചെയ്തു. ഇവിടെ 2-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം മുതൽ നമ്മൾ തൊട്ട് മുൻപ് കാണുന്ന കാര്യമുണ്ട്. അവിടെ ഉണ്ടായിരുന്ന സകല ജനവും ഏകദേശം 15ഓളം രാജ്യങ്ങളിൽ നിന്ന് ദേശങ്ങളിൽ നിന്ന് കടന്നു വന്ന വിവിധ ഭാഷകളിലുള്ള വ്യക്തികൾ അപ്പസ്തോലന്മാർ പറയുന്നത് അവരവരുടെ ഭാഷയിൽ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത വലിയ അത്ഭുതകരമായ പ്രവൃത്തിയെ, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെ രണ്ട് രീതിയിൽ ഉൾക്കൊണ്ട ആളുകൾ. ചിലർ അമ്പരന്നു, അത്ഭുതപ്പെട്ടു, ആശ്ചര്യപ്പെട്ടു. എന്നാൽ മറ്റു ചിലർ അതിനെ അസൂയയോടെ കാണുകയും അതിനെ പരിഹസിക്കുകയും അവർ ലഹരി പിടിച്ച് മദ്യം കഴിച്ച് അങ്ങനെ ആടുന്ന അവസ്ഥയിലാണ് എന്ന് അവരെ പരിഹസിക്കുകയും ചെയ്ത മറ്റൊരു കൂട്ടരെയും കൂടി നമ്മൾ കണ്ടാണ് 14-ാം വാക്യം വരെ നമ്മൾ അവസാനിപ്പിച്ചത്. 14-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അപ്പസ്തോലനായ പത്രോസ് അത് ആദ്യത്തെ സുവിശേഷ പ്രസംഗം നടത്തുന്നതായിട്ടാണ് നമ്മൾ 14-ാം വാക്യം മുതൽ നമ്മൾ വായിക്കുന്നത്. എന്നാൽ പത്രോസ് മറ്റ് 11 പേരോടൊപ്പം എഴുന്നേറ്റ് നിന്ന് ഉച്ചസ്വരത്തിൽ അവരോട് പറഞ്ഞു, യഹൂദ ജനങ്ങളെ, ജെറുസലേമിൽ വസിക്കുന്നവരെ, ഇത് മനസ്സിലാക്കുവിൻ, എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുവിൻ. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇവർ ലഹരി പിടിച്ചവരല്ല, കാരണം ഇപ്പോൾ ദിവസത്തിൻ്റെ 3-ാം മണിക്കൂറേ ആയിട്ടുള്ളൂ. ഇവിടെ അപ്പസ്തോലനായ പത്രോസ് വളരെ വ്യക്തമായിട്ട് അവരുടെ മുൻപിൽ എഴുന്നേറ്റ് നിന്ന് അവരെ അഭിസംബോധന ചെയ്യുകയാണ്. അല്ലയോ യഹൂദ ജനങ്ങളെ, ജെറുസലേമിൽ വസിക്കുന്നവരുമായവരെ, ഇത് മനസ്സിലാക്കുവിൻ. ഇവിടെ പത്രോസിൻ്റെ ധൈര്യത്തെയാണ് നമ്മൾ ആദ്യമായിട്ട് കാണുന്നത്. കാരണം 12 പേരുടെ ഇടയിലായിരുന്നപ്പോഴും യേശുവിൻ്റെ പരസ്യജീവിത കാലത്തും പല കാര്യങ്ങളെക്കുറിച്ചും ചോദിക്കുമ്പോഴും വളരെ ആത്മാർത്ഥതയോടെ വളരെ ധൈര്യത്തോടു കൂടെ ചാടി എഴുന്നേറ്റ് കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരുവനായിരുന്നു പത്രോസ്. യേശുവിനെ ബന്ധിക്കാൻ വരുമ്പോൾ അവൻ്റെ വാളെടുത്ത് പരിചാരകരൊരുവിൻ്റെ ചെവി ഛേദിച്ച് കളഞ്ഞതും പത്രോസ് തന്നെയാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും പരസ്യജീവിതത്തിൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കൊടുക്കുന്നതും എല്ലാ കാര്യത്തിലും മുൻപന്തിയിൽ നിന്ന് മുന്നോട്ട് നയിക്കുന്ന പത്രോസിനെ നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ സഭയുടെ അപ്പസ്തോലൻ അല്ലെങ്കിൽ ആദ്യത്തെ മാർപ്പാപ്പയൊക്കെ എന്ന് നമ്മൾ അഭിമാനിക്കുന്ന പത്രോസ് അപ്പസ്തോലൻ്റെ വളരെ പ്രാധാന്യമേറിയ പല മേഖലകളും നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ അപ്പസ്തോല പ്രവൃത്തിയിലെ ആദ്യത്തെ പ്രസംഗവും ഇതേ പത്രോസിൻ്റെ തന്നെയാണ്. വളരെ ധൈര്യത്തോടെ യഹൂദ ജനത്തിൻ്റെ മുൻപിൽ, അവരെ പരിഹസിച്ചവരുടെ മുൻപിൽ ആത്മാർത്ഥതയോടെ എഴുന്നേറ്റ് നിന്ന് ധൈര്യത്തോടെ വിളിച്ചു പറയുകയാണ്, നിങ്ങൾ വിചാരിച്ചതുപോലെ ഇവർ മദ്യം കഴിച്ച് ആ മദ്യത്തിൻ്റെ ലഹരി പിടിച്ചതല്ല ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. എന്നിട്ട് ഒരു എക്സ്പ്ലനേഷൻ അവിടെ പത്രോസ് കൊടുക്കുന്നുണ്ട്. കാരണം ഇത് ദിവസത്തിൻ്റെ 3-ാം മണിക്കൂറേ ആയിട്ടുള്ളൂ. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ സായാഹ്നത്തിലേക്ക് എത്തിയിട്ടില്ല, അല്ലെങ്കിൽ ഉച്ചയിൽ തിരിഞ്ഞിട്ടുള്ളൊരു സമയമല്ല, 3-ാം മണിക്കൂർ മാത്രമേ ആയിട്ടുള്ളൂ. എന്തുകൊണ്ടാണ് പത്രോസ് അത് പറഞ്ഞത്? പൊതുവേ നമുക്കറിയാം, ബൈബിളിൽ തന്നെ പൗലോസ് അപ്പോസ്തലൻ പിന്നീട് പറയുന്നുണ്ട്, മദ്യം കഴിക്കുന്നവർ, ഉറങ്ങുന്നവർ രാത്രിയാണ് ഉറങ്ങുന്നത്, മദ്യം കഴിക്കുന്നവർ അവർ വൈകുന്നേരം ഈവനിങ്ങിലാണ് അവർ മദ്യം കഴിച്ച് മദോന്മത്തരായി കിടക്കുന്ന ഒരു പരിചയമുള്ളൊരു മേഖല. അതായത് സാധാരണ നമ്മുടെ മാന്യന്മാരായ കുടിയന്മാരെ പോലെ തന്നെ അധ്വാനത്തിന് ശേഷം നല്ല സത്യക്രിസ്ത്യാനികളായിട്ടുള്ള നമ്മളെപ്പോലെ തന്നെ, അല്ലെങ്കിൽ നമ്മുടെ പഴയ ആളുകളെ പോലെ തന്നെ ആ അധ്വാനത്തിൻ്റെ ക്ഷീണമെല്ലാം മാറ്റാൻ വൈകുന്നേരം 2 അടിച്ച് മാന്യനായ മദ്യപാനിയായിട്ടാണ് മിക്കവരും കിടക്കുന്നത്. അത് അവരുടെ വീഞ്ഞായിരിക്കാം, ചിലപ്പോൾ ടിറോഷ് ആയിരിക്കാം. കുറച്ച് അതായത് ടിറോഷ് എന്നൊക്കെ പറയുന്ന വീഞ്ഞ്, നമ്മളിവിടെ വീഞ്ഞ് എന്നൊരൊറ്റ വാക്കിലാണ് എല്ലാം നമ്മുടെ ബൈബിളിൽ കിടക്കുന്നത്. പക്ഷേ യഹൂദരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വാക്കുകളിൽ വളരെ കൃത്യമായിട്ട്, ഇപ്പം ഹെബ്രായ ഭാഷയിലാകട്ടെ ഗ്രീക്ക് ഭാഷയിലാകട്ടെ, വീര്യമേറിയ മദ്യമുണ്ട് അല്ലെങ്കിൽ വീര്യമേറിയ വീഞ്ഞുണ്ട്. അതിന് ടിറോഷ് എന്നൊക്കെ പറഞ്ഞൊരു പേരാണ് അവർ വിളിക്കുന്നത്. എന്നാൽ യായീനുണ്ട്, അത് വീര്യം കുറഞ്ഞത് അല്ലെങ്കിൽ വീര്യമില്ലാത്തത് എന്നൊക്കെ പറയുന്ന, നേരെ തിരിച്ച് അങ്ങനെ ഓരോ പല കാറ്റഗറികൾ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ പൊതുവേ പറയുന്നൊരു കാര്യമുണ്ട്, യേശു വെള്ളത്തെ വീഞ്ഞാക്കി, അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തുകൊണ്ട് കുടിച്ചുകൂടാ എന്ന് പറഞ്ഞിട്ടൊരു മാന്യമായ കുടിയന്മാരാണല്ലോ ഇന്ന് കാണുന്ന മിക്ക, അതായത് ഈസ്റ്റർ വന്നാലും ക്രിസ്മസ് വന്നാലും നമ്മുടെ ബാറുകൾ അല്ലെങ്കിൽ നമ്മുടെ ബ്യൂറേജുകളിലെ പിരിവ് എന്ന് പറയുന്നത്, കളക്ഷൻ എന്ന് പറയുന്നത് ഇന്ന് ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് ചാലക്കുടിയാണ് അതിൻ്റെ ഏറ്റവും അടുത്ത്, ഞങ്ങളുടെ അടുത്ത് കിടക്കുന്ന ചാലക്കുടിയാണ് അതിൻ്റെ ഏറ്റവും 1-ാം നമ്പർ എന്നും പിടിക്കുന്നത്. കാരണം ഞങ്ങൾ അതിനെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ഞങ്ങൾ ക്രിസ്ത്യാനികൾ, ഞങ്ങൾ മാപ്പിളമാർ അതിന് ആ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് ചെയ്യാത്തവരാണെന്ന് നിരന്തരം തെളിയിച്ചുകൊണ്ടിരിക്കുക. സത്യത്തിൽ ക്രിസ്ത്യാനിക്ക് ഏറ്റവും വലിയ നാണക്കേടായത്. കാരണം മദ്യത്തെക്കുറിച്ച് വ്യക്തമായ വചനത്തിൽ പറയുന്നുണ്ട്, മദ്യപാനി സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കത്തില്ല, മദ്യപാനി നീ സ്വർഗരാജ്യത്തിൽ എത്തത്തില്ലെന്ന് വ്യക്തമായി വചനത്തിൽ അനേക തവണ കിടന്നിട്ടും നമ്മൾ അതിനെ യാതൊരു വിധത്തിലും വില കൊടുക്കാതെ
യേശു വെള്ളം വീഞ്ഞാക്കി എന്ന് പറഞ്ഞ്, വീഞ്ഞിൻ്റെ അർത്ഥം അല്ലെങ്കിൽ വീഞ്ഞ് എന്ന് പറയുന്ന വാക്ക് മലയാളത്തിൽ ഉപയോഗിച്ചിരിക്കുന്നതും ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്കും ഹീബ്രുവും വാക്കുകളെക്കുറിച്ചോ അല്ലെങ്കിൽ അതിൻ്റെ എക്സ്പ്ലനേഷനെ കുറിച്ചോ ഒരു പരിധിവരെ പലരും ക്ലാസ് എടുക്കുന്നില്ല എന്നുള്ളത് ഒരു നഗ്ന സത്യമാണ്. എന്നാൽ ഇത് അറിയാവുന്നവരും അല്ലെങ്കിൽ പറഞ്ഞു കൊടുത്തിട്ടുള്ളവരും, ഇനി അതൊന്നും എടുത്തില്ലെങ്കിലും ബൈബിളിൽ വ്യക്തമായിട്ട് പുതിയ നിയമത്തിൽ കിടക്കുകയാണ്, മദ്യപാനി സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കില്ല. അപ്പോൾ ഒരു ക്രിസ്ത്യാനിയുടെ ലക്ഷ്യം സ്വർഗ്ഗരാജ്യമാണെങ്കിൽ, അവൻ ക്രിസ്തുവിൻ്റെ അനുയായിയാണെങ്കിൽ അവൻ മദ്യത്തിൽ നിന്ന് പൂർണ്ണമായി വിട്ടു നിൽക്കും. എന്നാൽ അവന് മദ്യവുമായി എപ്പോഴും അഭേദ്യമായ ബന്ധമാണ്. അവൻ്റെ ആഘോഷങ്ങൾക്കും സകലത്തിനും മദ്യമാണ് അവൻ്റെ മുൻസ്ഥാനമെങ്കിൽ അവനെ ക്രിസ്തുവിൻ്റെ അനുയായി എന്ന് വിളിക്കാൻ പറ്റത്തില്ല. ഒരു കാലത്ത് ഞാനായിരുന്ന ആ ഒരു അന്ധകാരത്തിൽ നിന്നും ക്രിസ്തു എന്നെ വിടുവിച്ചതിലുള്ള സന്തോഷത്തില ഞാനിത് പറയുന്നത്. പ്രിയമുള്ളവർ, ഇത് മാറ്റാൻ പറ്റും. പരിശുദ്ധാത്മാവിൽ തീർച്ചയായിട്ടും ഇതിലൊരു മാറ്റം ഉണ്ടാകുമെന്ന് ഞാൻ വ്യക്തമായി എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാനിത് പറയുന്നത്. കഴിഞ്ഞ 10-14 വർഷമായിട്ട് അതിനെക്കുറിച്ച് യാതൊരു തോന്നലോ ചിന്തയോ ഇല്ലാതെ ക്രിസ്തുവിൽ ജീവിക്കുവാൻ ദൈവം എന്നെ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു കാലത്ത് മദ്യത്തിൻ്റെ അടിമയായിരുന്ന എന്നെ ദൈവം വിടുവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും എൻ്റെ കഴിവല്ല, എൻ്റെ പ്രവൃത്തിയുടെ ഗുണമല്ല, എൻ്റെ പാരമ്പര്യ മഹിമയല്ല, എൻ്റെ ആരോഗ്യപരമായ എൻ്റെ പിടിച്ചു നിൽപ്പല്ല, ഇതൊന്നുമല്ല, കൃപ മാത്രമാണ്. പരിശുദ്ധാത്മാവിനെ ലഭിച്ചത് മൂലം, ദൈവവചനം സ്വീകരിച്ചത് മൂലം, അന്നു മുതൽ എൻ്റെ മേൽ ആവസിച്ച ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചപ്പോൾ എൻ്റെ അടിമത്തത്തിൽ നിന്നും എനിക്കൊരു സ്വാതന്ത്ര്യമുണ്ടായി. അവിടെയാണ് ദൈവം എന്നെ വിടുവിച്ചത്. ഇവിടെ പത്രോസ് വ്യക്തമായിട്ട് എടുത്ത് പറയുകയാണ്, ഇവർ മദ്യപിച്ചവരല്ല. ദിവസത്തിൻ്റെ 3-ാം മണിക്കൂർ ആയപ്പോൾ ഇവർ ഒരിക്കലും മദ്യപിക്കുന്നതല്ല. പകരം ഇവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചതാണ്. അതാകട്ടെ പഴയ നിയമത്തിൽ ജോയേൽ പ്രവാചകന്റെ പ്രവചനത്തിൻ്റെ പൂർത്തീകരണമാണ് ഇവിടെ സംഭവിച്ചത് എന്ന് പത്രോസ് വ്യക്തമായിട്ട് ഇവിടെ വെളിപ്പെടുത്തുകയാണ്. പത്രോസ് ഇത് കാര്യം പറയുമ്പം ഞാൻ ചിന്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചിന്ത മറ്റൊരു തലത്തിലാണ്. കാരണം എന്തുകൊണ്ടാണ് പത്രോസിന് ഇത് പറയേണ്ടി വന്നത്? എന്തുകൊണ്ടാണ് പത്രോസിന് അതൊരു എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടി വന്നത്? കാരണം അന്ന് വരെ നിലനിന്ന ഒരു പ്രാർത്ഥനാ രീതി, ഒരു ആരാധന രീതി, ഒരു വർഷിപ്പ് ആ ഒരു രീതിയെ അപ്പാടെ മാറുമ്പോൾ പൊതുവെ ചുറ്റും നിൽക്കുന്ന ജനം വളരെ വളരെ നിശിതമായി അതിനെ വിമർശിക്കും, അല്ലെങ്കിൽ മോശമായ വാക്കുകൾ കൊണ്ട് കാണും. പ്രിയമുള്ളവർ, നമ്മൾ തന്നെ നമ്മുടെ ഈ ചാനലിൽ പലപ്പോഴും വർഷിപ്പ് വീഡിയോസ് ഇടാറുണ്ട്. കാരണം വർഷിപ്പ് വീഡിയോസ് ഞങ്ങളുടെ വൺ ഡേ പ്രയറുകളോ അല്ലെങ്കിൽ മറ്റ് പ്രയറുകളോ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ചെറിയ വർഷിപ്പ് ഷോട്ടുകൾ, ചെറിയ വീഡിയോസൊക്കെ ചിലപ്പം എനിക്ക് നമ്മുടെ പിള്ളേർ റെക്കോർഡ് ചെയ്ത് തരുമ്പം അത് നമ്മളുടെ ഒരു സന്തോഷം. വർഷിപ്പ് ആർക്കെങ്കിലും അത് കേട്ട് ആ വർഷിപ്പിൽ ഇൻവോൾവ് ആകാൻ പറ്റുകയാണെങ്കിൽ അത് വലിയൊരു അനുഗ്രഹമല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് പലപ്പോഴും അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാറ്. പക്ഷേ അതിൻ്റെ താഴെ പോലും നമ്മുടെ യൂട്യൂബിൽ സ്ഥിരമായി കമൻറ്റ് ചെയ്യുന്ന ചില വ്യക്തികൾ, ഞാൻ വളരെ ബഹുമാനത്തോടുകൂടി അവരെ കാണുകയാണ്. കാരണം അവരുടെ അഭിപ്രായങ്ങൾ അവർ തുറന്നു പറയുന്നു. ഇന്ന് വരെ ഒരൊറ്റ കമൻറ്റ് പോലും നമ്മൾ ഡിലീറ്റ് ചെയ്തിട്ടില്ല. പക്ഷെ ഡിലീറ്റ് ചെയ്തു, അയ്യോ ഞങ്ങളുടെ കമൻറ്റ് കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് നിലവിളിയാണ്. കാരണം ഞാൻ എല്ലാ കാര്യത്തെയും ഓപ്പണായി വളരെ പോസിറ്റീവായിട്ട് ഞാനതിനെ കാണുകയും തുറന്നു പറയുകയും തെറ്റിനെ തെറ്റെന്ന് പറയുകയും ഞാനായിരിക്കുന്ന എൻ്റെ ക്രിസ്തീയ ഭവനമായ കത്തോലിക്ക സഭയിൽ തന്നെയുള്ള ചില തെറ്റുകളെ തെറ്റെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ഞാനത് പരസ്യമായി യൂട്യൂബിൽ ഒരു വീഡിയോ ചെയ്തിട്ട് എൻ്റെ വീഡിയോയ്ക്കെതിരെ എനിക്കെതിരെ ഒരു കമൻറ്റ് വരുമ്പം ഞാനതിൽ അസ്വസ്ഥതപ്പെട്ടിട്ട് എന്ത് കാര്യമുണ്ട്? ഞാനതിനെ ഡിലീറ്റ് ചെയ്തിട്ട് എന്ത് കാര്യമുണ്ട്? ഞാനതിനെ മറച്ചു വെച്ചിട്ടെന്തൊരു കാര്യമുണ്ട്? അതൊരിക്കലുമില്ല. കാരണം യൂട്യൂബിൻ്റെ സെക്ഷൻ അനുസരിച്ച്, അതിൻ്റെ പുതിയ രീതി അനുസരിച്ച് നമ്മൾ ഒരു പ്രാവശ്യം ഒന്ന് ബ്ലോക്ക് ചെയ്താൽ, അല്ലെങ്കിൽ 2 പ്രാവശ്യം 3 പ്രാവശ്യം ഒന്ന് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തിക്ക് ആ ഐഡിയിൽ കമൻറ്റ് ചെയ്യാൻ പോലും പറ്റത്തില്ല. ആ രീതിയിലാണ് യൂട്യൂബ് പോകുന്നത്. പക്ഷേ നമ്മൾ ഒരിക്കലും ഇന്ന് വരെ ഒരൊറ്റ ആളുടെ പോലും കമൻറ്റുകൾ ഡിലീറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. അത് ക്രിസ്തുവിനെ മുൻനിർത്തി, പരിശുദ്ധാത്മാവിനെ മുൻനിർത്തി നമുക്ക് പറയാൻ പറ്റും. പക്ഷെ എന്നാലും അയ്യോ ഞങ്ങളുടെ കമൻറ്റുകൾ ഡിലീറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലാണ്. എന്തുമാകട്ടെ, അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ തുറന്നു പറയുന്നു. എന്നെക്കുറിച്ചുള്ള പരസ്യമായ വിമർശനങ്ങളാണ്, എന്നെക്കുറിച്ച് വളരെ നിശിതമായ വിമർശനങ്ങളാണ്. ഞാനത് സന്തോഷത്തോടെ കാണുക. ഞാൻ മിക്ക കമൻറ്റുകളും വായിക്കാറുണ്ട്. ഒരിക്കലും കമൻറ്റുകളെ ഞാൻ വിടാറില്ല. കാരണം എനിക്ക് എന്നെ തിരുത്താനും ഞാൻ അഹങ്കാരി ആകാതിരിക്കാനും അങ്ങനെ ആയിപ്പോയി ഞാൻ വഴിതെറ്റി പോകാതിരിക്കാനും ഒരുപക്ഷെ ദൈവം ഇത് വ്യക്തിയെ ഉപയോഗിക്കുന്നതാണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. എന്തുമാകട്ടെ, ഇദ്ദേഹം പക്ഷേ വർഷിപ്പ് വീഡിയോൻ്റെ അടിയിൽ കമൻ്റ് ഇട്ടപ്പോൾ സത്യം പറഞ്ഞ് എനിക്ക് ഭയങ്കര വേദന തോന്നി. അതൊരിക്കലും എന്നെ വിമർശിച്ചുകൊണ്ടുള്ളൊരു വേദനയല്ല. നമ്മൾ വചനം പറയുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യുമ്പോൾ അതിനെ വിമർശിക്കുമ്പോൾ ഒക്കെ അത് എന്നെ പേഴ്സണലിയാണ് വിമർശിക്കുന്നത്. പക്ഷെ ഒരു ആരാധനയെ, ഒരു പ്രാർത്ഥനയെ, ദൈവത്തോടുള്ള ആത്മാവിലും സത്യത്തിലുള്ള ഒരു ആരാധനയെ കണ്ടുകൊണ്ട് അതിനെ വിമർശിക്കുകയല്ല, അതിന് വളരെ മോശമായ വാക്കുകൾ ഉപയോഗിച്ച് ആ വർഷിപ്പിനെ കളിയാക്കുമ്പോൾ അതൊരിക്കലും ദൈവാത്മാവിലല്ല, അല്ലെങ്കിൽ അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമല്ല, സാത്താൻ്റെ ശക്തമായ പ്രവർത്തനമാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതുമാത്രമല്ല, അത് കണ്ടപ്പം സത്യത്തിൽ ഭയങ്കര വേദന തോന്നിയത്, ദൈവമേ, ഇത്തരം അടിമകളെ എങ്ങനെ രക്ഷപ്പെടുത്താൻ കഴിയും?
ഇങ്ങനെ മതത്തിൻ്റെ അടിമയായി കഴിയുന്നത് കൊണ്ട് ആരാധനയെപ്പോലും അവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. പരിശുദ്ധാത്മാവിലുള്ള ആരാധന, ദൈവത്തോടുള്ള പ്രാർത്ഥന പോലും അവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ലല്ലോ എന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് സത്യം പറഞ്ഞ നല്ല വേദനയുണ്ടായിരുന്നു. എങ്കിലും ഞാനതിനെ പോസിറ്റീവായിട്ട് അതുപോലും ഞാൻ ഡിലീറ്റ് ചെയ്തില്ല എന്നുള്ളതാണ് സത്യം. ഇവിടെ പത്രോസ് എന്തുകൊണ്ടാണ് അത് എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത്? അല്ലയോ പ്രിയപ്പെട്ട യഹൂദ ജനമേ, അല്ലയോ പ്രിയപ്പെട്ട ജെറുസലേമിൽ വസിക്കുന്നവരെ, നിങ്ങളിത് മനസ്സിലാക്കുവിൻ, നിങ്ങളിത് തിരിച്ചറിവിൻ, ഇത് പരിശുദ്ധാത്മാവിലുള്ള ആരാധനയാണ്. ക്രിസ്റ്റോസെൻട്രിക്കായിട്ട് ഏക ദൈവത്തിലേക്കുള്ള ആരാധനയെ, വർഷിപ്പിനെയാണ് നിങ്ങൾ കളിയാക്കുന്നത്. അതിനെതിരെയാണ് നിങ്ങൾ ശക്തമായ ആയുധം എടുക്കുന്നത്. അതുകൊണ്ട് നിങ്ങളിത് മനസ്സിലാക്കുവിൻ എന്ന് പറഞ്ഞിട്ടാണ് പത്രോസ് തൻ്റെ പ്രസംഗം തുടങ്ങുന്നത്. പത്രോസ് ആ പ്രസംഗം തുടങ്ങുമ്പോൾ തന്നെ വളരെ വളരെ സ്നേഹത്തോടുകൂടെ, വളരെ കാം ആൻഡ് ക്വയറ്റായിട്ട് പത്രോസ് തുടങ്ങുന്നത് ഇത് ജോയേൽ പ്രവാചകൻ്റെ പ്രവചനത്തിൻ്റെ പൂർത്തീകരണമാണ്. ഒരുപക്ഷെ പത്രോസ് അന്ന് വരെ ചെയ്തുകൊണ്ടിരുന്നത്, താൻ പാപിയാണെന്നൊരു ബോധ്യമോ ചിന്തയോ വന്നു കഴിഞ്ഞാൽ പത്രോസ് ആദ്യം ചെയ്യുന്നത് എന്താ? നേരെ പോയി ജെറുസലേം ദേവാലയത്തിൽ ചെന്ന് ഒരു ബലി അർപ്പിക്കും. ഒരു കാളയെയോ ഒരാടിനെയോ ഒരു പ്രാവിനെയോ അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും ബലി അർപ്പിക്കുന്നതാണ് സാധാരണ പത്രോസിന് പതിവ്. ഇനി എന്തെങ്കിലും അനുഗ്രഹം ലഭിച്ച കാര്യങ്ങളാണെങ്കിൽ നന്ദിയുടെ ബലി, ധാന്യബലികൾ, അങ്ങനെ പല ബലികളും നമുക്ക് അവിടെ കാണാൻ പറ്റും. പക്ഷേ ഈ ബലികളൊന്നും അർപ്പിക്കാതെ, ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ നൊയമ്പുകളോ ഇങ്ങനെയുള്ള യാതൊരുവിധ കാര്യമോ അനുഷ്ഠിക്കാതെ, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുകൊണ്ട്, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുകൊണ്ട്, ക്രിസ്റ്റോസെൻട്രിക്ക ഏക വ്യക്തിത്വമായ, ഏക ദൈവമായ ക്രിസ്തുവിനെ കേന്ദ്രീകൃതമായ ഒരു ആരാധന അപ്പസ്തോലിക സമൂഹം, പരിശുദ്ധ മാതാവടങ്ങുന്ന 120 പേരടങ്ങുന്ന, 12 അപ്പസ്തോലന്മാരടങ്ങുന്ന, മറ്റു സ്ത്രീകളും അടങ്ങുന്ന, യേശുവിൻ്റെ സഹോദരന്മാരടങ്ങുന്ന ഒരു വലിയ സമൂഹം ഒരുമിച്ച് ദൈവത്തെ ആരാധിച്ചപ്പോൾ, ദൈവത്തെ സ്തുതിച്ചപ്പോൾ, ദൈവത്തെ മഹത്വപ്പെടുത്തിയപ്പോൾ അത് കേട്ട് അലോസരപ്പെട്ടവരാണ് ഇവർ മദ്യപാനികൾ എന്ന് വിളിച്ചത്. ഒരുപക്ഷെ ജെറുസലേം ദേവാലയത്തിലേക്ക് പോവുകയാണെങ്കിൽ പത്രോസിനെ ആരും കളിയാക്കത്തില്ല. അന്ന് വരെയുള്ള ആചാരങ്ങളിലോ അനുഷ്ഠാനങ്ങളിലോ അവരന്ന് വരെ ആയിരുന്ന മേഖലകളിൽ, അതും ദൈവം പറഞ്ഞത് തന്നെയാണ് ചെയ്യാനായിട്ട്. എന്നാൽ ദൈവം അതിനെ വെറുക്കുന്നു എന്ന് പറഞ്ഞ് യെശയ്യാ പ്രവചനമുണ്ട്. കാരണം നിങ്ങളുടെ കരങ്ങൾ രക്തപങ്കിലമാണ്, അതുകൊണ്ട് നിങ്ങളുടെ ബലി എനിക്ക് ആവശ്യമില്ല. നിങ്ങളുടെ അനേകമായ ബലികൾ എനിക്ക് ആവശ്യമില്ല, ഞാൻ ആഗ്രഹിക്കുന്നില്ല, പകരം ഹൃദയമാണ് നുറുങ്ങേണ്ടത് എന്ന് അവിടെ യെശയ്യാ പ്രവാചകനിലൂടെ ദൈവം അരുളി ചെയ്ത ബോധ്യം ഇതാ പത്രോസിലേക്കും അപ്പസ്തോലന്മാരിലേക്കും മറ്റുള്ളവരിലേക്കൊക്കെ കടന്നു വന്നപ്പം അവർ ശക്തമായി ദൈവത്തെ ആത്മാവിലും ശ്രദ്ധയിൽ ആരാധിക്കാൻ തുടങ്ങി. ഈ ആരാധന ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഈ ആരാധനയ്ക്കെതിരെ വലിയ ആരോപണങ്ങളാണ് ഇവരും തുടങ്ങുന്നത്. വലിയ രീതിയിൽ, ശക്തമായ രീതിയിലാണ് ഈ ആരോപണങ്ങൾ വെക്കുന്നത്. നമ്മളത് കാണുന്നുണ്ട്, വചനത്തിൽ വ്യക്തമായിട്ട് കാണുകയാണ്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇവർ ലഹരി പിടിച്ചതല്ല, കാരണം ഇപ്പോൾ ദിവസത്തിന് 3-ാം മണിക്കൂറായിട്ടുള്ളൂ, മറിച്ച് ജോയേൽ പ്രവാചകൻ പറഞ്ഞ ആ പ്രവചനത്തിൻ്റെ പൂർത്തീകരണമാണ് ഇത് എന്ന് വ്യക്തമായിട്ട് ഇതാ പത്രോസ് വെളിപ്പെടുത്തുക. എത്രത്തോളം ശ്രേഷ്ഠമാണ് പത്രോസിൻ്റെ ഈ വെളിപ്പെടുത്തലെന്നും ആ ഒരു മേഖലയെന്നും വളരെ കൃത്യമായി നമ്മുടെ മുൻപിൽ കാണിച്ചു തരികയാണ് ഇവിടെ ദൈവത്തിൻ്റെ വചനം. ഇവിടെ പത്രോസും അപ്പസ്തോലന്മാരും കൂടെ ആത്മാവിൽ ദൈവത്തെ ആരാധിച്ചപ്പോൾ അവിടെ ചുറ്റും നിൽക്കുന്നവർക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. ഒരുപക്ഷെ പത്രോസ്, അവിടെ മാതാവുണ്ട്, നമുക്കറിയാം. ചിലർ കമൻ്റ് ചെയ്യുന്ന പോലെ, അതായത് മാതാവിൻ്റെ മധ്യസ്ഥതയിലാണ് അവർ കൂടിയത് എന്നാണ് പലപ്പോഴും അവിടെ ഈ ഒരു വാക്യത്തെ എടുത്തു വെച്ചിട്ട് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനുള്ള കാരണം, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തിനുള്ള കാരണം പോലും മാതാവിൻ്റെ മധ്യസ്ഥതയിൽ അവിടെ കൂടിയത് കൊണ്ടാണെന്നാണ് മിക്ക അച്ഛന്മാരും പൊതുവെ പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത്. 1-2 പേര് അത് കമൻറ്റ് ചെയ്തിരുന്നു ഈ രീതിയിൽ. പ്രത്യേകിച്ച് ആ കമൻറ്റുകളൊക്കെ വായിച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത് പണ്ടൊരു പ്രസംഗത്തിൽ ഒരു അച്ഛൻ പറഞ്ഞൊരു കാര്യമാണ്. അതായത് 12 ശിഷ്യന്മാരും ഈ ഒരു യേശുവിനെ ഉപേക്ഷിച്ച്, അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിൽ അവരുടേതായ വഴിക്ക് നടക്കുകയായിരുന്നു. എന്നാൽ മാതാവ് പോയി പേഴ്സണലി ഓരോരുത്തരെയും വിളിച്ചു കൂട്ടി, അവരെ കൊണ്ടുവന്ന് അവരെ ചേർത്ത് ഒരുമിച്ച് കൂട്ടി മാളിക മുറിയിൽ മുകളിലിരുന്ന് പ്രാർത്ഥിച്ചപ്പോഴാണ് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ പറ്റിയത് എന്നുള്ളതാണ് അവിടെ പൊതുവായിട്ട് ഒരു അച്ഛൻ പ്രസംഗിച്ചത്. ഞാൻ ആലോചിക്കുക, ദൈവമേ, ഇത് ബൈബിളിൽ നമ്മൾ കാണുന്നില്ല. ആകെ ബൈബിളിൽ നമ്മൾ കാണുന്നത് ഒറ്റ കാര്യമാണ്, അവർ ഏക മനസ്സോടെ യേശുവിൻ്റെ അമ്മയായ മറിയത്തോടും മറ്റു സ്ത്രീകളോടും അവൻ്റെ സഹോദരങ്ങളോടും ഒപ്പം പ്രാർത്ഥനയിൽ മുഴുകി. അവിടെ മറ്റ് സ്ത്രീകളെയും സഹോദരങ്ങളെയും മറിയത്തെയും എല്ലാം ഒരേ കാറ്റഗറിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അവരുടെ ഏക മനസ്സിനെ പറഞ്ഞിട്ട് അവരെല്ലാവരും ഉണ്ടായിരുന്നു, മാതാവും അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമായിട്ട് ബൈബിൾ കോട്ട് ചെയ്തിട്ടുണ്ട്. അതോടുകൂടി ആ ഒരു മാതാവിനെ കുറിച്ച് ബൈബിൾ പറയുന്നത് അവസാനിപ്പിക്കുകയും ചെയ്തിരിക്കുക. പക്ഷേ ഇതിനെ എടുത്തു വെച്ചിട്ട് ഭയങ്കരമായ എക്സ്പോസിങ് കൊടുത്തിട്ട് ആ അച്ഛൻ പ്രസംഗിച്ച് കഴിഞ്ഞപ്പം ഞാൻ ആലോചിക്കുക, ദൈവമേ, ഇത് എന്തിനാണ് നമ്മൾ ഇങ്ങനെ കാണിക്കുന്നത്? കാരണം ഞാനന്ന് ചിന്തിച്ചൊരു വിഷയം ഇതാണ്, പരിശുദ്ധാത്മാവിനെതിരെ നമ്മൾ പ്രസംഗിച്ചു വരെ പോകുന്നുണ്ടോ എന്നുള്ളതാണ് ഞാൻ ചിന്തിച്ചത്. ഞാൻ അങ്ങനെ ചിന്തിക്കാനുള്ളൊരു കാരണമുണ്ട്. ബൈബിളിൽ അപ്പസ്തോലന്മാരോ അല്ലെങ്കിൽ ആരെങ്കിലും, പൗലോസ് പോലും ഈ പറയുന്ന മാതാവിനെക്കുറിച്ച് പിന്നീട് യാതൊന്നും എഴുതിയിട്ടില്ല. അതൊന്നാമത്തെ വിഷയം. ഇനി
അപ്പസ്തോല പ്രവൃത്തിയിൽ തന്നെ വേണമെങ്കിൽ ലൂക്ക അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അപ്പസ്തോലന്മാരുടെ പ്രവർത്തനത്തിൽ ഇങ്ങനെയായിരുന്നു. ശിഷ്യന്മാരെല്ലാവരും വിഘടിച്ച് പല വഴിക്ക് പോയി. അവരെല്ലാം ഒന്നിപ്പിച്ചത് മാതാവായിരുന്നു എന്ന് ലൂക്കയ്ക്ക് വേണമെങ്കിൽ എഴുതി ചേർക്കാമായിരുന്നു. അത് ലൂക്ക എഴുതിയിട്ടില്ല. ഇനി ലൂക്കായി നമുക്ക് വിടാം. ലൂക്ക ചിലപ്പോൾ മറന്നുപോയതായിരിക്കാന്ന് വെക്കാം. എന്നാലും പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനമായിട്ടാണ് ലൂക്ക അപ്പസ്തോല പ്രവൃത്തി എഴുതുന്നത്, സുവിശേഷങ്ങൾ എഴുതുന്നത്, ലേഖനങ്ങൾ എഴുതുന്നത്. എല്ലാ അപ്പസ്തോലന്മാരും ഇത് എഴുതുന്നത്. ഇവരെല്ലാം വിട്ടുപോയെങ്കിൽ അപ്പോൾ പരിശുദ്ധാത്മാവും വിട്ടുപോയി. അത് ഏറ്റവും വലിയ ചതിയാണ്. കാരണം മാതാവാണ് അവരെ ഒന്നിച്ച് കൂട്ടിയതെന്ന് പരിശുദ്ധാത്മാവിന് എഴുതാമായിരുന്നു. പരിശുദ്ധാത്മാവ് എഴുതിയില്ല. അപ്പസ്തോലന്മാർക്ക് എഴുതാമായിരുന്നു. അപ്പസ്തോലന്മാർക്ക് എഴുതിയില്ല. ഇനി അതിനേക്കാൾ വലിയൊരു വേദന എനിക്ക് തോന്നുന്നത്, യേശു ഉയർത്തെഴുന്നേൽക്കുന്നതിന് മുൻപ് പത്രോസും യോഹന്നാനും യാക്കോബും എല്ലാവരും കൂടി മീൻ പിടിക്കാൻ പോകുന്നതിനെക്കുറിച്ച് യോഹന്നാൻ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം 40 ദിവസം ഉയർത്തെഴുന്നേറ്റ് 40 ദിനരാത്രങ്ങൾ അവൻ്റെ മുൻപിൽ വെളിപ്പെട്ടു എന്ന് ലൂക്ക തൻ്റെ അപ്പസ്തോല പ്രവൃത്തിയിൽ എഴുതിയിരിക്കുകയാണ്. 40 ദിവസവും പ്രത്യക്ഷപ്പെട്ട് അവരെ വേണ്ടത് പഠിപ്പിക്കുകയും ദൈവരാജ്യത്തെക്കുറിച്ച് അവരെ ട്രെയിൻ ചെയ്യുകയും ചെയ്തു. ഇത്രയും പഠിപ്പിച്ചിട്ടും ഇത്രയും ട്രെയിൻ ചെയ്തിട്ടും 3.5 വർഷക്കാലം കൊണ്ടു നടന്നിട്ടും യേശു മരിച്ച് ഉയർത്തെഴുന്നേറ്റ് അവൻ ഉദ്ധാനം ചെയ്തു എന്ന് 40 ദിവസം തെളിയിച്ചിട്ടും പിന്നെയും ചിതറിപ്പോയ ശിഷ്യന്മാരെ സത്യം പറഞ്ഞ് എനിക്ക് ഭയങ്കര വേദനയാണ്. കാരണം പിന്നെ മാതാവ് അവരെ ഒന്നിച്ചു കൂട്ടിയെന്ന് പറയുമ്പം ഇവന്മാരാരായിരിക്കും ഈ ശിഷ്യന്മാർ? കാരണം എന്തിനാ കർത്താവ് ഇത്ര കഷ്ടപ്പെട്ടെ? അതായത് 3.5 വർഷക്കാലം കൊണ്ടു നടന്ന് പഠിപ്പിച്ചിട്ടും പല കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടും അവൻ മരിച്ച് ഉദ്ധാനം ചെയ്ത് ഉയർത്തെഴുന്നേറ്റ് 40 ദിവസം അവരെ പഠിപ്പിച്ചിട്ടും പിന്നെ വിഘടിച്ചു പോകുന്നവരാണ് ശിഷ്യന്മാരെങ്കിൽ അപ്പോൾ ഈ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്ത ക്വാളിറ്റി എന്താ? അപ്പോൾ യേശുവിന് തെറ്റുപറ്റിയോ? യേശുവിന് അബദ്ധം പറ്റിയോ മാതാവ് ഒന്നിച്ച് കൂട്ടാനായിട്ട്? അങ്ങനെയാണെങ്കിൽ പിന്നെ മാതാവ് യേശു ഉയർത്തെഴുന്നേറ്റ് ഒറ്റ ദിവസം പറഞ്ഞിട്ട് ബാക്കി മാതാവ് എല്ലാ കാര്യങ്ങളും ചെയ്താൽ മതിയായിരുന്നല്ലോ. ഇപ്പം ഇങ്ങനെ എൻ്റെ ചിന്തകളിൽ ഇങ്ങനെ അനേക കാര്യങ്ങൾ വന്നു. പലപ്പോഴും നമ്മൾ അനാവശ്യമായി നമ്മൾ ആരെങ്കിലും ഒന്ന് ഗ്ലോറിഫൈ ചെയ്യാനായിട്ട്, അതായത് ദൈവവചനം നൽകാത്ത ഗ്ലോറിഫിക്കേഷൻ, ഏറ്റവും ബഹുമാനിക്കപ്പെടേണ്ട, ഏറ്റവും സ്നേഹിക്കപ്പെടേണ്ട, ഏറ്റവും റെസ്പെക്റ്റ് ചെയ്യേണ്ട ഒരു വ്യക്തി തന്നെയാണ് മാതാവ് എന്ന് നല്ല വിശ്വാസത്തോടു തന്നെയാണ് നിൽക്കുന്നത്. മാതാവ് സ്വർഗ്ഗത്തിലുണ്ടെന്ന് ഞാൻ പലപ്പോഴും എൻ്റെ വീഡിയോയിൽ ഞാൻ പറയാറുണ്ട്. പലരും അത് കമൻറ്റ് ചെയ്യാറുണ്ട്, മാതാവ് സ്വർഗ്ഗത്തിലുണ്ടെന്നുള്ള എന്നാ തെളിവ്? പല വീഡിയോയിലൂടെ നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യം, പിന്നെ അതുകൊണ്ട് റിപ്പീറ്റ് ചെയ്യാത്തതാണ്. പ്രിയമുള്ളവരെ, ഇങ്ങനെ മാതാവിനെ റെസ്പെക്റ്റ് ചെയ്യണമെന്ന് വിശ്വസിക്കുമ്പോൾ തന്നെ അനാവശ്യമായ ഒരു എക്സാജുറേഷൻ ഇതിന് കൊടുത്ത് വിശ്വാസികളെ വഴിതെറ്റിക്കുന്ന ചില ആളുകളെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര വേദന തോന്നുക. കാരണം ഇവർ പറയാതെ പറയുന്നത് പരിശുദ്ധാത്മാവിനെതിരെയാണ്. ഇവർ പറയാതെ പറയുന്നത് അപ്പസ്തോലികമായ പല കാര്യങ്ങൾക്കും എതിരെയാണ് ഇവർ പറഞ്ഞു വെക്കുന്നത് എന്നുള്ളത് വളരെ വേദനാജനകമായ കാര്യം. ഞാൻ ചിന്തിക്കുന്നത്, അതായത് ഈ അപ്പസ്തോലന്മാരുടെ പത്രോസും ഈ പറയുന്ന യാക്കോബും യോഹന്നാനും ഇവരെല്ലാവരും മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഇരുന്ന് കൊന്ത ചൊല്ലിയെങ്കിൽ, ജപമാല ചൊല്ലിയെങ്കിൽ ആരും ഒരു പക്ഷേ ഇവർ മദ്യപിച്ചിരിക്കുകയാണെന്ന് പറയത്തില്ല. ഇവരിങ്ങനെ മതോന്മത്തരായി നിൽക്കുകയാണെന്ന് പറയത്തില്ല. ഇനി അഖണ്ഡ ജപമാല ചൊല്ലുകയാണെങ്കിലും ആരും ഒന്നും പറയത്തൊന്നുമില്ല. അല്ലെങ്കിൽ ഒരു നൊവേനയോ അങ്ങനെ എന്തെങ്കിലും, ഇനിയിപ്പോൾ പഴയ നിയമത്തിൻ്റെ ഏതെങ്കിലും ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ ചെയ്താലും ആരും പറയില്ല. പക്ഷേ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി പുതിയ നിയമസഭയ്ക്ക് ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധനയെക്കുറിച്ച് വളരെ വ്യക്തമായി യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ആ സ്ത്രീയോട് വളരെ കൃത്യമായി പറയുകയാണ്, അല്ലയോ സ്ത്രീയെ, ഇതാ ഈ മലയിലോ ആ മലയിലോ നിങ്ങൾ ആരാധിക്കാത്തൊരു ദിനം വരുന്നു. ദൈവം ആത്മാവാകുന്നു. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ഒരു ദിനം ഇതാ വരുന്നു. അല്ലാതെ വന്നു കഴിഞ്ഞു. അങ്ങനെ ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുന്ന ഒരു ജനത്തെ ദൈവം ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു വെച്ച് അതിൻ്റെ പൂർത്തീകരണമായ ജോയൽ പ്രവചനത്തിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തെക്കുറിച്ച് സംഭവിച്ചതിനെക്കുറിച്ച് പത്രോസ് പ്രഖ്യാപിക്കുമ്പം അവിടെ സംഭവിച്ചത് യഥാർത്ഥത്തിൽ പുതിയ നിയമസഭയ്ക്ക് ദൈവം നൽകിയ വർഷിപ്പ്, ആരാധന രീതി, ആത്മാവിലും സത്യത്തിലുള്ള ആരാധന രീതി, അല്ലാതെ വിഗ്രഹം ചോന്നുകൊണ്ട് നടന്നിട്ടുള്ള ആരാധന രീതിയല്ല, അതിനെ പോഷിപ്പിക്കുന്ന ആരാധന, ഇതൊന്നുമല്ല. ഈ പറയുന്ന ഒരു മണിമാല അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചുകൊണ്ട് എന്തൊക്കെയോ ഇതിനെക്കുറിച്ച് ഒന്നുമല്ല. ഇങ്ങനെ ഒരു ആരാധനയല്ല ദൈവം തൻ്റെ സഭയ്ക്ക് നൽകിയത്. പുതിയ നിയമസഭയ്ക്ക് നൽകിയ വ്യക്തമായ ആരാധന രീതി പരിശുദ്ധാത്മാവിലുള്ള, ആത്മാവിലും സത്യത്തിലുള്ള ആരാധനയാണ്. ഈ ആരാധനയെയാണ് അവർക്ക് അലോസരമായി മാറിയത്, അവർക്ക് അസ്വസ്ഥതയായത്, അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയാതെയായത്. അതിനെതിരാണ് അവർ ശക്തമായി വലിയ രീതിയിൽ എതിർപ്പ് പ്രഖ്യാപിച്ചത്. അവിടെയാണ് നമ്മൾ നോട്ട് ചെയ്യേണ്ടത്. ഇന്ന് നമ്മൾ ആരെങ്കിലും ആത്മാവിനുസത്തിൽ ആരാധന തുടങ്ങി, അപ്പോൾ അതിനെതിരെ സാത്താൻ അവൻ്റെ ആയുധങ്ങൾ എടുക്കാൻ തുടങ്ങും. എന്നാൽ നീ ഇന്ന് നടക്കുന്ന ഏത് ആചാരങ്ങളുടെയോ അനുഷ്ഠാനങ്ങളുടെയോ പിന്നാലെ പോയാലും സാത്താന് യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല, അവന് യാതൊരുവിധ പ്രശ്നവുമില്ല. അവനൊരിക്കലും നിനക്കെതിരായി വരില്ല. നീ അതായിക്കോ, നീ വേണമെങ്കിൽ 2 മദ്യവും കഴിച്ചോ, നീ എങ്ങനെ വേണമെങ്കിലും പാപത്തിൽ ജീവിച്ചോ, സാത്താൻ ഒരു പ്രശ്നവുമില്ല. കാരണം അത് അവൻ്റെ അവകാശമാണ്. ആ വ്യക്തിയും ആ വ്യക്തിയുടെ ആത്മാവും സാത്താൻ്റെ അവകാശമായതുകൊണ്ട് സാത്താൻ അനങ്ങത്തില്ല. പക്ഷേ എവിടെ ഒരുവൻ ആത്മാവിലും സത്യത്തിലും ആരാധന തുടങ്ങിയോ അവിടെ അവനെതിരെ ശക്തമായ എതിർപ്പുകൾ ഉണ്ടാകും.
അവനെ കളിയാക്കാൻ തുടങ്ങും. അല്ലെങ്കിൽ അവൻ്റെ ദൈവത്തെ, അവനിലുള്ള ദൈവാത്മാവിനെ പിശാച് ശക്തമായി ഭയപ്പെടുന്നത് കൊണ്ട് അവൻ എതിർക്കാൻ തുടങ്ങും. വലിയ രീതിയിൽ അതിനെതിരെ പ്രതികൂലങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. പ്രിയമുള്ള ദൈവമക്കളെ, ഒരൊറ്റ കാര്യം തിരിച്ചറിയുക, ചിന്തിക്കുക. നമ്മളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുണ്ടെങ്കിൽ നമ്മുടെ ആരാധന എങ്ങനെയായിരിക്കും എന്നാണ് വ്യക്തമായി അപ്പസ്തോലൻ നമ്മുടെ മുമ്പിൽ കാണിച്ചു തരുന്നത്. ആത്മാവുള്ളവൻ ആത്മാവിലും സത്യത്തിലും ആരാധിക്കും. അവൻ യാതൊരുവിധ വിഗ്രഹങ്ങളെ ആശ്രയിക്കത്തില്ല, മറ്റൊന്നിനെയും അവൻ മുമ്പിൽ പോകത്തില്ല. അതല്ല അവൻ്റെ ആശ്രയം. പകരം ഏകസത്യദൈവമായ സർവശക്തനായ യേശു ക്രിസ്തുവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കും, ക്രിസ്റ്റോസെൻട്രിക്കായി. കാരണം 120 പേർക്കും ഒറ്റ ആരാധന, ഒരേ ആരാധന വിഷയമേ ഉള്ളൂ, അത് യേശു ക്രിസ്തുവാണ്. മറ്റൊരു വിഷയമില്ല, മറ്റൊരു കേന്ദ്രമില്ല, മറ്റൊരു ചിന്തയില്ല. അവരുടെ ചിന്ത ക്രിസ്തു കേന്ദ്രീകൃതമായി ഏക ആരാധനയിലേക്ക് കടന്നു വന്നപ്പോഴാണ് പരിശുദ്ധാത്മാവ് കടന്നു വന്നത്. ഇന്ന് എന്തുകൊണ്ട് നമ്മുടെ ആരാധനയിൽ പരിശുദ്ധാത്മാവ് വരുന്നില്ല, അല്ലെങ്കിൽ പലപ്പോഴും നമ്മുടെ ആരാധന അലോസരമാകുന്നു, ആരാധനയ്ക്ക് ഒരിക്കലും ഒരു ദൈവാത്മാവിൻ്റെ പ്രസൻസ് ഫീൽ ചെയ്യുന്നില്ല എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒറ്റ കാരണം നമ്മൾ ക്രിസ്റ്റോസെൻട്രിക് അല്ലാതെ പോകുന്നു. പലപ്പോഴും പലരും പല വിധത്തിൽ ആശ്രയം വയ്ക്കുന്നു. കുറച്ച് പേര് വിചാരിക്കുന്നു ഒക്കെ നമുക്ക് എടപ്പള്ളി പുണ്യാളിൻ്റെ അടുത്ത് ആശ്രയിക്കാം, കുറച്ച് പേര് വിചാരിക്കുന്നു അല്ല മാതാവിൻ്റെ അടുത്ത് ആശ്രയിക്കാം, പിന്നെ കുറച്ച് പേര് വിചാരിക്കുന്നു അല്ല വേറൊരു വിശുദ്ധൻ്റെ അടുത്ത് ആശ്രയിക്കാം, അല്ലെങ്കിൽ തോമസ് ലീഗ നമ്മുടെ മധ്യസ്ഥ. ഇങ്ങനെ പലരിലേക്ക് പോകുകയും ഏകസത്യദൈവമായ ക്രിസ്തുയേശുവിൻ്റെ മുൻപിലേക്ക്, അല്ലെങ്കിൽ സത്യദൈവത്തിൻ്റെ മുൻപിലേക്ക് ആരാധന കേന്ദ്രീകൃതമല്ലാതെയാകുമ്പം പലപ്പോഴും സംഭവിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രസൻസ് ഇല്ലാതാവുകയും ആരാധനയ്ക്ക് ഫലമില്ലാതാവുകയും ചെയ്യുകയാണ്. എന്നാൽ ഒരുവൻ ക്രിസ്തുവിലേക്ക് തിരിഞ്ഞാൽ അവൻ്റെ മൂടുപടം മാറി, അവൻ്റെ പ്രതികൂലങ്ങൾ മാറി, അവൻ്റെ പ്രതിസന്ധികൾ മാറി, അവനിൽ ദൈവത്തിൻ്റെ ആത്മാവ് കടന്നു വരികയും ആ ആരാധന അതൊരിക്കലും സമൂഹം അംഗീകരിക്കുന്നതായിരിക്കില്ല. ഒരുപക്ഷെ ചുറ്റുപാടുകൾ നമുക്ക് എതിർപ്പാകാം, വലിയ പ്രതിസന്ധികൾ വന്നേക്കാം. പക്ഷേ ആത്മാവിലും സത്യത്തിലും ആരാധന സ്വർഗത്തെ ഭൂമിയിലേക്ക് ഇറക്കാൻ കഴിയുന്നതാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ സംഭവിക്കാൻ, സാധിക്കാൻ അത് തീർച്ചയായും ഒറ്റ വിഷയത്തിലേ ഉള്ളൂ, ആത്മാവിലും സത്യത്തിലുള്ള ആരാധനയ്ക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു ആരാധനയിലേക്ക്, അപ്പസ്തോലികമായ ഒരു ആരാധനയിലേക്ക്, അപ്പസ്തോലന്മാർ എങ്ങനെ ദൈവത്തെ ആരാധിച്ചു, ഏത് തരത്തിൽ ദൈവത്തെ സ്തുതിച്ചോ മഹത്വപ്പെടുത്തിയോ ആ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ, ശക്തിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലസ് യു.